ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ശിവരാത്രി ഹോളിഡേക്ക് ശേഷം ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസത്തെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രെൻഡിലാണ് ഗ്ലോബൽ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റുകൾ നാസ്ഡാക്കാണ് വളരെ വീക്കായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എൻവിഡിയയുടെ റിസൾട്ട് ആയിരുന്നു എല്ലാവരുടെയും അറ്റൻഷൻ. എൻവിഡിയയുടെ റിസൾട്ട് ഇന്നലെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. പക്ഷേ ഗൈഡൻസിനോട് ഇൻവെസ്റ്റേഴ്സ് അത്ര നല്ല ഒരു റിയാക്ഷൻ അല്ല കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻവിഡിയയുടെ സ്റ്റോക്ക് ആഫ്റ്റർ അവേഴ്സിൽ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എൻവിഡിയ ചിപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസിന് ഭാവിയിൽ എത്രത്തോളം വേണ്ടി വരും എന്നുള്ളൊരു സംശയമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ടെക്നോളജി സ്റ്റോക്കുകൾ അമേരിക്കയിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഡിസിഷനാണ്. കാരണം ഡാറ്റാ സെൻറ്ററുകൾ തുടങ്ങാൻ വേണ്ടി അവർ ലീസിനെടുത്തിരുന്ന റിയൽ എസ്റ്റേറ്റുകളെല്ലാം തന്നെ അവർ വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. അതിന് പുറമെ അവർ ഒറാക്കളായിട്ട് ഒരു ടൈപ്പിലേക്ക് കൂടി പോവുകയാണ്. അവർ റീസൺ പറഞ്ഞിരിക്കുന്ന ഒറാക്കിളിന് എക്സസ് കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒറാക്കളായിട്ട് ടൈപ്പ് വരുന്നു എന്നാണ്. പക്ഷേ ജനറലി ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് പ്രതീക്ഷിച്ച പോലെ നമ്മൾ ഡീപ് സീക്ക് അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ അനൗൺസ്മെൻറ്റിൽ തന്നെ പറഞ്ഞിരുന്നു ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിനെയാണ് ഇത് വളരെ ഹ്യൂജായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നുള്ള. കാരണം ലോകത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡാറ്റാ സെൻറ്റർ വലിയ ബൂമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഡാറ്റാ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നല്ല തീമെന്ന് പറഞ്ഞിട്ട് ഹ്യൂജ് ഫണ്ടാണ് ഈ ഡാറ്റാ സെൻറ്റർ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ഡീപ് സീക്കിന് ശേഷം അറൗണ്ട് $1.5 ട്രില്യൺ വർത്ത് വാല്യൂറേഷനാണ് ഗ്ലോബൽ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലും അത്തരത്തിലുള്ളൊരു പ്രതിഭാസമാണ്. കമ്പാരിറ്റീവ്ലി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡാറ്റാ സെൻറ്ററുകൾ ആവശ്യമാണ് ലോക്കലൈസേഷൻ്റെ ഭാഗമായിട്ട്. എന്നിരുന്നാലും ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് തീർച്ചയായിട്ടും ഈ സെക്ടറിനെയും ബാധിക്കാം. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ടെക്നോളജി ആധിപത്യം കുറയാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഡീപ് സീക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഡീപ് സീക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, കോപ്പി കാറ്റ് ആണ് ChatGPT എന്നൊക്കെ. ചൈന അനൗൺസ് ചെയ്തിരിക്കുന്ന ഡീപ് സീക്ക് അനൗൺസ് ചെയ്തിരിക്കുന്ന അവർ കീ ആയിട്ടുള്ള കോഡുകളൊക്കെ പബ്ലിക്കിന് കൊടുക്കാൻ പോവാണ്. ഓപ്പൺ സോഴ്സ് ആണ്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ന്യൂസ് ആണ്. അപ്പോൾ ഇത് വന്നതിന് ശേഷമാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഡിസിഷനും കൂടി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ടെക്നോളജി സെക്ടറിലത്തെ ഒരു ബ്ലാക്ക് സ്വാൻ ഇവൻ്റ് ആയിരുന്നു ഡീപ് സീക്ക്. ഡീപ് സീക്ക് കൊണ്ട് ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ ഗ്ലോബലിയുള്ള കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടെക്നോളജിയിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളെല്ലാം തന്നെ ലോവർ കോസ്റ്റിൽ അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ലെവലിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് കൂടുന്നത്. അതോടൊപ്പം തന്നെ വലിയ ടെക്നോളജി കമ്പനികൾ വലിയ രീതിയിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ന്യൂസാണ്. കാരണം MSME സെക്ടറിലുള്ള കമ്പനികൾക്കൊക്കെ ഡീപ് സീക്ക് വന്നു കഴിഞ്ഞാൽ ഡീപ് സീക്ക് റിയാലിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ടൂളുകൾ നിർമ്മിക്കാനും തങ്ങളുടെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വളരെ ഡീപ്പാണ്. അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസൊക്കെ പല ടെക്നോളജി കമ്പനികളുടെ സ്റ്റോക്കുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന അമേരിക്കയിലത്തെ Q4 GDP ഡാറ്റയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നാളെ നമ്മുടെ Q3 GDP ഡാറ്റ വരുന്നുണ്ട്. അമേരിക്കയിലത്തെ Q4 ആയിരുന്നു, നമ്മുടെ Q3 ഡാറ്റ GDP ഡാറ്റ വരികയാണ്. അതോടൊപ്പം തന്നെ മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രിയുടെ NPA ലെവലിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ലോസസ് ആണ് മൈക്രോ ഫിനാൻസ് റിലേറ്റഡ് കമ്പനികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. ഇതിൽ ധാരാളം ബാങ്കുകളുണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം മൈക്രോ ഫിനാൻസ് കമ്പനികൾ ഫർദർ റിക്കവർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു കോഷൻ ഈ സെക്ടറിൽ വെച്ച് പുലർത്തുന്നതായിരിക്കും. ട്രംപിൻ്റെ പുതിയ അനൗൺസ്മെൻറ്റ് ഗോൾഡ് കാർഡ് $5 മില്യൺ ഉണ്ടെങ്കിൽ അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഇപ്പോഴത്തെ EB-5
വിസ പ്രോഗ്രാം ഉണ്ട്. അവിടെ മാക്സിമം വേണ്ടത് $1.05 മില്യൺ മാത്രമേ ഉള്ളൂ. അത് തന്നെയല്ല, ഇതിൽ ധാരാളം ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തു കളയാണ് ട്രംപ്. 2 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ സ്കീമുകൾ വരാം. അൾട്രാ ഹൈ നെറ്റ്വർത്തുകൾക്ക് മാത്രമാണ് ഇനി അമേരിക്കയിൽ സിറ്റിസൺഷിപ്പിന് ഈ വിസ പ്രോഗ്രാമിൽ കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത് പൊതുവെ കുറേ ഇന്ത്യക്കാരെയൊക്കെ ബാധിച്ചേക്കാം. കാരണം ധാരാളം സ്മോൾ ആൻഡ് മീഡിയം കമ്പനികൾ അമേരിക്കയിൽ EB-5 വിസ പ്രകാരമൊക്കെ കമ്പനികളൊക്കെ ഫ്ലോട്ട് ചെയ്തിരുന്നു. അവരുടെ ഭാവി എന്തായിരിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ് ഇന്ത്യൻ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കോർപ്പറേറ്റുകളെ സംബന്ധിച്ച്. ഇന്ത്യ ചൈനീസ് ഇമ്പോർട്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സോളാർ സബ്സിഡി ഓഫർ ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ എത്രത്തോളം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യം പറയാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ചൈനീസ് ഷിപ്പുകൾ, അതുപോലെ തന്നെ ചൈനയിൽ നിർമ്മിച്ച ഷിപ്പുകളുടെ മേലൊക്കെ താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കം തീർച്ചയായിട്ടും ഗ്ലോബലി വലിയ രീതിയിലുള്ള ട്രേഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്. കാരണം ചൈന തന്നെയാണ് കമേഴ്സ്യൽ ഷിപ്പ് ബിൽഡിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഷിപ്പുകൾ ചൈന ബിൽഡ് ചെയ്താണ് സർവീസിലുള്ളതും. അതുകൊണ്ട് തന്നെ ഇത് അക്രോസ് വേൾഡ് ട്രേഡിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ വീണ്ടും നെഗറ്റീവ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഫാമിലി ഓഫീസസ് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളിൽ കൂടിയൊക്കെ ധാരാളം കമ്പനികളിൽ ലിസ്റ്റ് ചെയ്യാത്തതും അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്ത കമ്പനികളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ ട്രബിളാണെന്നുള്ള റിപ്പോർട്ടുകളാണ്. അതോടൊപ്പം ധാരാളം കംപ്ലൈൻറ്റുകളുടെ AF കുറിച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ന്യൂസാണ്. ഒപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രണ്ട് ക്രൂഡ് ഓയിൽ $72 പെർ ബാരലാണ്. തീർച്ചയായിട്ടും ബ്രണ്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴെ വരുന്ന ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ റുപ്പി വീണ്ടും വീക്കൻ ചെയ്യാണ്. US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് 87.10 പെർ ഡോളർ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ കമോഡിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡും ഇന്ന് സ്ലൈറ്റ്ലി വീക്കാണ്. $2,906 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ്. മറ്റു കമോഡിറ്റികളെല്ലാം തന്നെ ഇന്നും വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഓവറോൾ ട്രെൻഡ് സെൻറ്റിമെൻറ്റ് വീക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷോർട്ട് ടൈമിൽ വലിയ രീതിയിലുള്ള റാലിയൊന്നും നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മറിച്ച് ഒരു പക്ഷേ നിഫ്റ്റിയും സെൻസസും വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നിഫ്റ്റി ഒരു പക്ഷേ 22,400, 22,200, 22,000, 21,800 ലെവലിലേക്കുള്ള താഴാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുള്ള ഒരു കോഷം വെച്ച് പുലർത്തുന്നത് നല്ലതാണ്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള FMCG റിലേറ്റഡ്, അതുപോലെ തന്നെ ഫാർമ റിലേറ്റഡ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്കുകളിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയായിരിക്കും നല്ലത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.